പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 132 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യഹോവ ദാവീദിനോട് ആണയിട്ടു സത്യം, അവൻ അതിൽ നിന്ന് മാറുകയില്ല. ദൈവം ദാവീദിനോട് ആണയിട്ടിരിക്കുകയാണ്, ദൈവം അതിൽ നിന്ന് മാറുകയില്ല. ഇന്ന് പകൽ ദാവീദിനോട് ആണയിട്ടതുപോലെ, ദാവീദിനോട് ദൈവം ചെയ്ത തൻ്റെ വാഗ്ദത്തങ്ങൾ പോലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒത്തിരി വാഗ്ദത്തങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോടൊക്കെ പറഞ്ഞ ഒത്തിരി ആലോചനകൾ ഉണ്ടാകാം. നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിട്ടുമാറാതെ, നാം ദൈവവചനം വിടാതെ, നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ വിട്ടുമാറാതെ ദൈവസ്നേഹത്തിലും ദൈവവചനത്തിൻ്റെ പ്രമാണത്തിലും നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് പറഞ്ഞ തൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നിൽ നിന്ന് പോലും ദൈവം ഒരിക്കലും മാറുന്ന ദൈവമല്ല. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ, സ്തോത്രം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മോട് ദൈവം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മോട് എന്തേലും വാഗ്ദത്തങ്ങൾ നമ്മെ നോക്കി അറിയിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഏത് പ്രതിസന്ധികൾ, ഏത് സാഹചര്യങ്ങൾ ഈ നാളുകളിൽ ശത്രുവാകുന്ന സാത്താൻ സൃഷ്ടിക്കുവാൻ ഇടയായാലും, എത്ര വലിയ പ്രതിസന്ധികൾ പിശാച് നിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാലും, ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നിൽ നിന്ന് പോലും ദൈവം ഒരിക്കലും വ്യതിചലിക്കുന്ന ദൈവം അല്ല. കാരണം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, സ്തോത്രം, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. വീണ്ടും വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും അവൻ വാക്ക് മാറാത്ത ദൈവവും അത്രേ. ആയതിനാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദാവീദിനോട് ആണയിട്ടു പറഞ്ഞ കാര്യങ്ങൾ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തതുപോലെ, ദൈവം അത് നിവർത്തീകരിച്ചതുപോലെ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവസ്നേഹം അനുഭവിച്ച നാൾ മുതൽ, ദൈവകൃപ അനുഭവിച്ച നാൾ മുതൽ, ആമേൻ, യേശുവിൻ്റെ രക്ഷ പ്രാപിച്ച നാൾ മുതൽ നീ ഇതുവരെയും കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും അവൻ അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല. അതിൽ ഒന്നുപോലും ദൈവം നിന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കാതെ, നിന്റെ ജീവിതത്തിൽ നൽകാതെ ഒരിക്കലും വാക്ക് മാറുന്ന ഒരു കർത്താവല്ല ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ്. ആയതിനാൽ വിശ്വസിക്കുക, ഈ നാളുകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ എൻ്റെ ദൈവം വാക്കുമാറാത്തവനായി, ഈ നാളുകളിൽ സ്തോത്രം അതിൽ നിന്ന് മാറിപ്പോകാതെ, സ്തോത്രം, വള്ളിയോ പുള്ളിയോ തെറ്റാതെ ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവം ഇന്നും വിശ്വസ്തനത്രേ. ഈ നാളുകളിലെ സാഹചര്യങ്ങളിൽ നീ നോക്കേണ്ട, എത്ര വലിയ പ്രതിസന്ധികൾ നിനക്കെതിരെ വന്നാലും, ഏതെല്ലാം വഴികൾ, വാതിലുകൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ടാലും, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിശ്ചയമായും എൻ്റെ ദൈവം അതിൽ നിന്ന് വള്ളി പുള്ളി മാറാതെ ഈ നാളുകളിൽ അതിനെ നിവർത്തീകരിക്കുന്ന, അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന എൻ്റെ ദൈവം വിശ്വസ്തനയത്രയെന്ന് ഞാൻ ആത്മാർത്ഥമായി വിളിച്ചറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.